ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നല്ല അടി വെച്ച് തരിഞ്ഞ്. പ്രായമുള്ളവരോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? പ്രണയത്തിന് പ്രായമില്ല അമ്മേ. അമ്മേ ഹരിത വരുന്നു. മാധവേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വന്ന അയ്യോ ഇവിടെ എന്താകും? അല്ല, മോള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞോ? അതിനാണല്ലോ ഞാൻ വന്നത്. ആട്ടിയ മാവുണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കാനാണ് അമ്മേ പ്രയാസം. പിന്നെ ജഗദമ്മ സ്റ്റൈലില് ഒരു മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ഭർത്താവുമായിട്ട് സ്വകാര്യം പറഞ്ഞു വന്നിട്ടും ചന്ദ്രികാമ്മയുടെ മുഖത്ത് നാണത്തിന്റെ ലാഞ്ചലൊന്നും കാണുന്നില്ലല്ലോ. ഒരു ദുഃഖകഥയിലെ നായികയുടെ മട്ട്. പോവന്നെ ഓടുന്നു. എന്താ ചന്ദ്രിയമ്മയ്ക്ക് വിഷമമുണ്ടാക്കുന്ന എന്തെങ്കിലും ഭർത്താവ് പറഞ്ഞോ? ഇല്ല, വളരെ സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞത്. ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാ. ആഹാ, സന്തോഷ വാർത്തയാണല്ലോ. അഭിനന്ദനങ്ങൾ. ചെലവേണം കേട്ടോ. അല്ല, എന്നിട്ടാണോ അമ്മയ്ക്ക് മുഖത്തൊരു ഉത്സാഹം ഇല്ലാത്തത്? എന്നെ കാണാൻ മാധവേട്ടൻ ഉടനെ ഇങ്ങോട്ട് വരുന്നുണ്ടത്രേ. വരണമല്ലോ. വിവാഹ വാർഷികത്തിന് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള കൂടിക്കാഴ്ചയല്ലേ പ്രധാനം. പിന്നെ ജഗദമ്മയും അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ആ മാധവേട്ടനെ ഒന്ന് നേരിട്ട് കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റുമല്ലോ. വളരെ സന്തോഷം തോന്നുന്നു. അല്ല, നിങ്ങള് കല്യാണം കഴിച്ചതല്ലോ. ചന്ദ്രിക മാധവൻ ജോഡികള് ഒളിച്ചോടിയതല്ലേ? നല്ല തല്ല് കിട്ടും കേട്ടോ. ഇപ്പൊ ഒരു നാണമൊക്കെ വന്നിട്ടുണ്ട്. സന്തോഷായ അമ്മേ, ഒന്ന് ചിരിച്ചല്ലോ. അല്ല, ഈ എന്നും നിന്റെ മൊയ്തീൻ സിനിമ പോലെ എന്നെങ്കിലും നിങ്ങളുടെ കഥയും ഒരു സിനിമയാവട്ടെ. ആ നാണം നോക്കി. എന്നെയും കൂട്ടി പുറത്തുപോയി കറങ്ങാനാ മാധവേട്ടൻ വരുന്നത്. അതിന് മനോജ് ഹരിതയെ അനുവദിക്കുന്നു തോന്നുന്നുണ്ടോ? ഹരിതയാണെങ്കിൽ കലി കയറി പൂക്കുല തുള്ളി തുടങ്ങും. ഇവിടെ ഞാൻ അനുഭവിക്കുന്നതൊന്നും മാധവേട്ടന് അറിയില്ല. ആ മനസ്സ് വേദനിക്കാതിരിക്കാൻ അറിയിച്ചിട്ടില്ലെന്ന് പറയുന്നതായിരിക്കും ശരി. ഇന്നത്തെ ദിവസം അമ്മ അതേക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. ചന്ദ്രികാമ്മയെ വിവാഹ വാർഷിക ആഘോഷിക്കാൻ വിളിക്കുന്നത് സ്വന്തം ഭർത്താവാ. വർഷങ്ങൾക്ക് മുൻപ് പാവപ്പെട്ടൊരു മാധവേട്ടൻ വന്ന് വിളിച്ചപ്പോ കൊട്ടാരം ഉപേക്ഷിച്ച് പോയതുപോലെ നല്ല ചങ്കുറ്റത്തോടെ ഇറങ്ങി പോയേക്കണം. പിന്നെ ഇന്നത്തെ ദിവസം രണ്ടിടപ്രാവുകളെ പോലെ രണ്ടാളും പ്രണയിച്ചങ്ങ് നടക്കണം. നല്ല അടി വെച്ച് തരിഞ്ഞ്. പ്രായമുള്ളവരോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? പ്രണയത്തിന് പ്രായമില്ല അമ്മേ. അമ്മേ ഹരിത വരുന്നു. ആരോടാ സംസാരിച്ചത്? ഇവിടെ ആരാ വന്നേന്ന്? ഇവിടെ ആരും വന്നില്ല. പിന്നെ ആരാ ചിരിച്ചത്? ചിരിച്ചെന്നോ? മോൾക്ക് വെറുതെ തോന്നിയതായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായോ? എല്ലാം റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ലെന്നും അതിന്റെ പേരിൽ തള്ളയെ നിർത്തി പൊരിക്കാന്നും കരുതിയ വന്നത്. കിളവി വലിയ ഫാസ്റ്റ് ആണല്ലോ.
അതെ, ഉച്ചയ്ക്കുള്ള ചോറ് മാത്രം വെച്ചാ മതി. കറികളും പായസവും ഒക്കെ ആയിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞാനിവിടെ കൊണ്ട് വെച്ചേക്കാം. അയ്യോ, അതൊന്നും വേണ്ട മോളെ. വേണോ അമ്മേ? അച്ഛൻ വന്ന് വിളിക്കുമ്പോ അമ്മ പുറത്തു പോയിക്കോ. പോട്ടെ. മാധവൻ നായർ പഴയ മാധവനിലേക്ക് പോയോന്നൊരു സംശയം. ചന്ദ്രുവുമായി പ്രണയിക്കാൻ തുടങ്ങിയപ്പോ കണ്ണാടിക്ക് മുമ്പിൽ എത്ര ഒരുങ്ങിയാലും മതി വരില്ലായിരുന്നു. മാധവേട്ടനായിട്ടുള്ള ഒളിച്ചോട്ടം നടന്നിട്ട് വർഷം എത്രയായി? എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. മീശയൊക്കെ കൃത്യമായി വെട്ടി ഒതുക്കി, കുട്ടിക്കൂറ പൗഡറൊക്കെ ഇട്ട്, മുണ്ടിന്റെ കരയൊക്കെ വശത്തേക്ക് ഒതുക്കി കുത്തി, ചുണ്ടിലൊരു പ്രണയഗാനവും മുളി. എത്ര നേരമാ ഞാൻ എന്നെ തന്നെ നോക്കി ആസ്വദിച്ചിരുന്നത്. സമയം എത്ര വേഗത്തിലാ പോകുന്നത്. 5 മക്കളെ പ്രസവിച്ചു, വളർത്തി വലുതാക്കി, കല്യാണം കഴിപ്പിച്ചു, അവർക്കും മക്കളായി. കാമുകിയും ഭാര്യയും മുത്തശ്ശിയൊക്കെയായി 3 ജീവിതഘട്ടങ്ങളും പിന്നിട്ടു. വിവാഹത്തിന് മുമ്പ് ചന്ദ്രുവുമായി ചുറ്റിക്കറങ്ങിയ ഇടങ്ങളിലൊക്കെ പോണം. അന്നത്തെ ആ മധുരിക്കുന്ന ഓർമ്മകളിലൂടെ ചേർത്ത് പിടിച്ചു നടക്കണം. ഈ വാർദ്ധക്യദശയിലും വിവാഹ വാർഷികത്തെക്കുറിച്ച് ഓർക്കുമ്പോ പഴയ ചന്ദ്രികയിലേക്ക് തിരിച്ചു പോകാനാ ആഗ്രഹം. അന്നത്തെ കളിച്ചിരികളും സ്വപ്നങ്ങളും ഒക്കെയാ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൂപ്പൻ താടി പോലെ പ്രണയം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാലം. ഞാനും ചന്ദ്രുവും മാത്രമുള്ള ഈ ഭൂമിയുടെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ മാനത്തെ കൊട്ട